ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഡൽഹിയും കൂടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ജയ്സാൽമേറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു ഡൽഹിക്കാണ്. ഡൽഹിയിൽ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് ട്രെയിൻ വഴി തന്നെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് വരാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം 2.5 മണിക്കൂർ എങ്ങാണ്ട് 2.5 ദിവസം എങ്ങാണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റാണ് എടുത്തത്. ആ ഫ്ലൈറ്റ് എടുത്തപ്പോൾ നമ്മൾ വെച്ച് നൈറ്റുള്ള ഫ്ലൈറ്റ് എടുക്കാം, കുറച്ച് നേരം ഡൽഹിയിലും കൂടി കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡൽഹിയിലൊരു ക്യാബിനൊക്കെ നമ്മുടെ YKS ട്രിപ്പിനോട് തന്നെ പറഞ്ഞിട്ട് ഒരു ക്യാബിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡൽഹിയും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഡൽഹി നമ്മൾ ഓൾറെഡി കറങ്ങിയിട്ടുണ്ട്. 2019 നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഡൽഹിയാണ് പോയത്. ഡൽഹിയും മണാലിയുമാണ് പോയത്. ആഗ്രയും ഉണ്ടായിരുന്നു, താജ്മഹൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അന്ന് കണ്ടതാണ് അക്ഷർധൻ ടെമ്പിളും ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ടത്. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് അക്ഷർധൻ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, ഒക്കെ പ്രോഹിബിറ്റഡ് ആണ്. എയർപോർട്ടിനേക്കാളും ടൈറ്റ് സെക്യൂരിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നുള്ള 2 ഷോട്ട്സ് മാത്രമാണ് കേട്ടോ അക്ഷരധൻ ടെമ്പിളിൻ്റെ ഉള്ളത്. അത് മാത്രമാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് തോന്നിയൊരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി കാണുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഫസ്റ്റ് പോയ ആ എക്സൈറ്റ്മെൻറ്റ് വീണ്ടും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമാണ് അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടെമ്പിളായിരുന്നു അക്ഷരധൻ ടെമ്പിൾ. അപ്പോൾ അതൊന്നും ഒന്നുകൂടി വിസിറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലോട്ടസ് ടെമ്പിളാണ്. ലോട്ടസ് ടെമ്പിൾ സൺഡേ ആയിരുന്നു. നമ്മൾ ജയ്സാൽമീറിൽ നിന്ന് ഡൽഹിയിൽ രാവിലെ മോർണിംഗിനാണ് എത്തിയത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ഷൂ കഴിച്ച് വെച്ചിട്ട് 2 സൈഡായിട്ട് നിന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. അപ്പോൾ ഇതൊരു ടെമ്പിൾ ആയതുകൊണ്ട്, പ്രാർത്ഥിക്കാനായതുകൊണ്ട് അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ നമ്മൾ നേരെ പോയത് സരോജിനി മാർക്കറ്റിലാണ്. എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയാത്തവരായിട്ട് ആർക്കും ഉണ്ടാവില്ല. സരോജിനി മാർക്കറ്റ് വളരെ ഫേമസ് ആണ് ഡൽഹിയിൽ. വളരെ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. ഇവിടെ ഞാനിപ്പോൾ കോഴിക്കോടുകാരായതുകൊണ്ട് നമുക്ക് SM സ്ട്രീറ്റ് അവൈലബിൾ ആണ് എന്ത് സാധനം മേടിക്കാനും. നമ്മൾ 2 കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കുറേ വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ സരോജിനിയിലുണ്ട്. പക്ഷെ നമ്മുടെ SM സ്ട്രീറ്റൊക്കെയുള്ള സാധനങ്ങൾക്കും ഇവിടുത്തെ സാധനങ്ങൾക്കും ഒരേ പ്രൈസാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രൈസിലൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനം വെച്ചാൽ കുറേ വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ. നമ്മൾ സെറ്റ് ടൈപ്പ് ആണെങ്കിലും നമുക്ക് പല സാധനങ്ങൾ. എനിക്ക് ഡൽഹിയിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്, പക്ഷേ ഡൽഹിയിൽ തണുപ്പായെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ കുട്ടികൾക്കും നമ്മൾ അവിടുന്ന് കുറച്ച് സ്വെറ്റർ വാങ്ങി. കാരണം ഡൽഹി എയർപോർട്ടിലും നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടുന്ന് കുറച്ച് സ്വെറ്ററൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ അവിടെ ഐഫോണിൻ്റെ ഇയർബഡ്സ് ഉണ്ടല്ലോ, അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ വരും. അപ്പോൾ അവരത് കള്ളന്മാരൊക്കെ വരുന്ന മാതിരി, മാഡം ഇങ്ങനെ ഐഫോണിൻ്റെ ഇയർബഡ്സ് ഉണ്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളടുത്ത് എന്തോ ഒരു ഭയങ്കര ഒളിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കുറേ നല്ല വെറൈറ്റി ഓഫ് സാധനങ്ങളും കുറേ നല്ല റേറ്റ് കുറഞ്ഞ സാധനം, കുറേ ഡ്രസ്സസും ഒരുപാട് സാധനം നമുക്ക് സരോജിനി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത്രയിലൂടെ നമ്മൾ രാത്രി നിന്നിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് മോർണിംഗ് കണ്ണൂരാണ് ഇറങ്ങിയത്. ഓക്കെ, ബൈ.